അടുത്ത 2 വർഷത്തിനുള്ളിൽ ചന്ദനം ലിബറലൈസ് ചെയ്യും. അതുപോലെ തന്നെ കഞ്ചാവ് പല മാറാരോഗങ്ങൾക്കും 15,000 വർഷങ്ങൾക്ക് മുമ്പ് ദൃശ്യപ്രോക്തമായിട്ട് ഉണ്ടായിരുന്നതാണ് കഞ്ചാവ്. കഞ്ചാവിന്റെ സീഡ്സ് ആണ്. ഇപ്പൊ 1985 അന്താരാഷ്ട്രപരമായ ചില തരംതിരിഞ്ഞ നിയമങ്ങൾ കാരണം കേരളത്തിൽ ഇത് സാധിക്കുന്നില്ല. പക്ഷേ ഇതൊരു ദിവ്യ ദേവ ഔഷധമാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ കർഷകരോടും ചേർന്ന് ഗവൺമെന്റിന് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കണം. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇതിന്റെ സീഡ്സ് ഒന്ന് വളർത്തു തിന്നാൻ കൊള്ളാം. പിന്നെ ഇതിന്റെ കുരു കളഞ്ഞു കഴിഞ്ഞാൽ omega-3, omega-6, omega-9 സർവ്വ രോഗങ്ങളും മാറി. ഇത് ഒരു ഗ്ലാസ് പാലാക്കി കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വേറെ ഒരു ഭക്ഷണവും വേണ്ട. കേന്ദ്ര സർക്കാർ ഇതിന്റെ ഈ കുരുവും എണ്ണയും FSSAIയിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ എക്സൈസുകാർക്ക് ഇതവിടെ ധരിച്ചിട്ടില്ല. പാവപ്പെട്ട 2 ഡോക്ടേഴ്സ് കാലിക്കറ്റിൽ ഇതിന്റെ ഒരു ജ്യൂസ് കട തുടങ്ങിയിട്ട് ഇവർ ചെന്നാൽ തള്ളിപ്പൊളിച്ചു. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും സംഘടനാ ബോധമില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ എന്ത് നിയമം ആര് പറഞ്ഞു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് കൂലപേക്ഷമായിട്ട് ചിന്തിക്കാണ്ട് അവന് മുമ്പിൽ നിന്നു കൊടുക്കും. ഞാൻ ഋഷികേശിലാണ് കൃഷി ചെയ്യുന്നത്. മധ്യപ്രദേശിൽ എനിക്ക് ഫാക്ടറി ഉണ്ട്. 35ഓളം മരുന്നുകൾ ആയുഷ് അപ്രൂവ്ഡ്, മകനകാമേശ്വരി ലേഖ്യവും പിന്നെ നമ്മുടെ ഡോക്ടർ CP മാത്യു, നിങ്ങൾക്ക് അറിയാമായിരിക്കും, 89ാമത്തെ വയസ്സിൽ അടുത്ത എനിക്ക് അപ്രൂവൽ ഉണ്ട്. ക്യാൻസർ എന്നും പറഞ്ഞുണ്ട്, ക്യാൻസർ ക്യൂർ എന്നും പറഞ്ഞുണ്ട്. ഇത് ഇപ്പം സുലഭമായിട്ട് അവൈലബിൾ ആണ്. ഈ ഷെഡ്യൂൾഡ് ഈ മെഡിസിൻ ആണ്. പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചുഴലി. ഇതല്ലാണ്ട് വേറെ ഔഷധങ്ങളില്ല. പിന്നെ എല്ലാവരും ഇവിടെ പറയുന്നത് എക്സ്പോർട്ട് എന്ന്. ഞാൻ 10 കൊല്ലമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിനാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധം ഉദിച്ചപ്പം ലോകം മൊത്തം എക്സ്പോർട്ട് ചെയ്യുന്നത് 145 കോടി ജനങ്ങളുള്ള ലോകത്തെ 1ാമത്തെ രാജ്യമായ ഇന്ത്യയിലാണ്. അപ്പൊ ഈ എക്സ്പോർട്ട് എന്നുള്ള ദുശ്ചിന്ത മാറ്റിയിട്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. അത് പെർമനന്റ് ആയിരിക്കും. അതുകൂടെ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ കൊള്ളാം. പിന്നെ ഞാൻ എല്ലാവർക്കും ഇപ്പം വിത്ത് വിതരണം ഇവിടെ തരണോ താഴെ വേണമെന്ന് മാഡം പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് ചെയ്യാം. നന്ദി, നമസ്കാരം. സ്ട്രോക്ക് വന്ന രോഗികൾക്ക്, ഈ സ്ട്രോക്ക് വന്ന ന്യൂറോൺ സ്ട്രോക്ക് വന്ന രോഗികൾക്ക് കഞ്ചാവിന്റെ അംശം ചെറിയൊരു ഭാഗം കൊടുത്തതിന് എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. 8282 ആൾറെഡി 211 സർക്കാർ പോളിസി പേപ്പർ നമ്മൾ ചോദിച്ചായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് 6 മാസം മുമ്പ്. അപ്പൊ അത് നമ്മൾ കൊടുത്തെങ്കിലും സെൻട്രൽ ഗവൺമെന്റുള്ള ഏജൻസീസ് അപ്രൂവ് ചെയ്ത് അതിന് സാധ്യതയില്ല. കാരണം അത് ചെയ്യുമ്പോൾ വിത്ത് വിതരണം തൊട്ട് അത് വിളവെടുക്കുന്നത് തൊട്ട് എല്ലാം സർക്കാരിന് ഈ അപ്രൂവ് കർഷകർ ചെയ്യും. എന്നിട്ട് അവർ കഴിയുന്ന സർക്കാർ തന്നെ വാങ്ങിക്കും. അതിന്റെ മൂവിന്റെ എല്ലാം സർക്കാരിന്റെ അറിയാം. നമ്മൾ ചന്ദനം നമ്മൾ കൃഷി ചെയ്യാം. കൃഷി ചെയ്താൽ നമ്മള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം. വലിയ ദിവസങ്ങളിൽ എത്ര വേണം നമ്മൾ കൃഷി ഉത്പാദിപ്പിച്ചതാണ്. അവർ വന്ന് വിളവെടുക്കും. എന്നിട്ട് നമുക്ക് അതിന്റെ 70%. അതുപോലെ ചന്ദന കൃഷി പ്രപ്പോസ് ചെയ്യാൻ ആദ്യമായിട്ട് കേശവൻ കൺസർവേറ്റർ ആയിരുന്നപ്പോൾ ഞാൻ കൊടുത്ത പ്രപ്പോസലാണ് ഇന്ന് വന്നിരിക്കുന്നത്. പണ്ട് ചന്ദന അവരെ വെട്ടിക്കൊണ്ടുപോയാൽ 35% നമ്മളിൽ എടുക്കുമായിരുന്നു. ഇപ്പം ആക്ച്വൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ് ബാക്കിയുള്ള കാശ് നമുക്ക് തരും. അടുത്ത 2 വർഷത്തിനുള്ളിൽ ചന്ദനം ലിബറലൈസ് ചെയ്യും. അതുപോലെ തന്നെ കഞ്ചാവ് 30% കുറഞ്ഞ ഇപ്പോൾ നമുക്ക് നിലവിലുള്ളതാണ്. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ അറിയാവുന്നത്. അതായത് മൊത്തം ടാക്സ് സംഭവം 5% ടാക്സ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. അതായത് നമുക്ക്